പത്തനംതിട്ട പെരുന്നാട്ടിൽ ജിതിൻ ഷാജി കൊലപാതക കേസിലെ ഒന്നാം പ്രതി നിഖിലിന്റെ വീടിനോടനുബന്ധിച്ച കടയിൽ സ്ഫോടനം ഉണ്ടായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട CITU രംഗത്ത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടന ശബ്ദം പ്രദേശവാസികൾ കേട്ടെന്നും CITU നേതാക്കൾ പറയുന്നുണ്ട്. CITU DYFI പ്രവർത്തകനായ ജിതിനെ 2025 ഫെബ്രുവരിയിലാണ് സംഘപരിവാർ പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. പെരുന്നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് RSSന്റെ ശ്രമമെന്നാണ് CITUവിന്റെ ആരോപണം. ഇതിന് തെളിവായാണ് കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിലുണ്ടായ സ്ഫോടനമെന്ന് CITU നേതൃത്വം പറയുന്നു. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള അവിടുത്തെ എല്ലാ ആളുകളും കേട്ടാണ് ഈ സ്ഫോടനം. ഒരു സിഗരറ്റ് ലാമ്പ് തീക്കകത്ത് വീണാൽ പൊട്ടുന്ന ശബ്ദമല്ലത്. അപ്പോൾ അവിടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വെച്ചിരുന്നുള്ള വളരെ വ്യക്തമാണ്. അവിടെ പെരുന്നാട് മേഖല ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ പരിശ്രമമാണ് BJP RSS സംഘപരിവാറുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ സ്ഫോടനമുണ്ടായിട്ടില്ലെന്ന പോലീസിന്റെ നിഗമനവും CITU തള്ളി. ഇത് വളരെ ആസൂത്രിത RSS ക്രിമിനലുകൾ ഒരു പ്രകോപനമില്ലാതെയാണ് ഈ ജിതിൻ ഷാജിയെ കൊലപ്പെടുത്തിയത്. ആ കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിലാണ് ഇതുണ്ടായത്. അത് വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങളെ അറിയിക്കാൻ പോലീസിന് ബാധ്യത. 2025 ഫെബ്രുവരിയിലാണ് CITU DYFI പ്രവർത്തകനായ ജിതിൻ ഷാജിയെ സംഘപരിവാർ പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.